ഒരു സ്വപ്നം കൊണ്ട് ഒരു നിയമം നടപ്പാക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും സ്വപ്നം കണ്ടു ഇന്നയാളെ പോയി അടിക്കണം, തല്ലണം, ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യരുത്. ഉപദ്രവിക്കണമെന്ന് സ്വപ്നം കണ്ടു ഉപദ്രവിക്കാൻ പാടില്ല. മുബശ്ശിറാത്തുകൾ അതിൽ കിട്ടിയേക്കാം, ചില നല്ല അർത്ഥങ്ങളുള്ള ചില സന്തോഷകരമായ വാർത്തകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ദുഃഖങ്ങളുള്ള വാർത്തകൾ സ്വപ്നങ്ങളിൽ കണ്ടേക്കാം, അത് പിശാചിൽ നിന്നാണ്. അത് ആരോടും പറയരുത്, ആരോടും പറയരുത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും ഇടതു ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ 3 തവണ തുപ്പുകയും ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് ചില റിവായത്തുകളിലുണ്ട്. നിങ്ങൾക്കൊരു ഉപദ്രവവും ആ സ്വപ്നം കൊണ്ട് വരൂല. പക്ഷെ നിങ്ങൾ ആരോടും മോശപ്പെട്ട സ്വപ്നങ്ങൾ പറയരുത്. നല്ല സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരോട് മാത്രം പറയുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വലിയൊരു ഫന്നാണ്. എല്ലാവർക്കും ഇത് പറയാൻ കഴിയില്ല കേട്ടോ. സ്വപ്നം കണ്ട മദ്രസ ഉസ്താദിനോട് ചോദിക്കുക, വേള വരുന്ന ഉസ്താദിനോട് ചോദിക്കുക, ആലിയരോട് ചോദിക്കുക, അങ്ങനെ ഇതിനില്ല. ചില ആളുകൾക്ക് അല്ലാഹു ചില കഴിവ് കൊടുക്കും, അവർക്ക് പറ്റും, അല്ലാത്തവർക്ക് പറ്റൂല. എത്ര വലിയ ആലിമാണെങ്കിലും സ്വപ്ന ദർശനം വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇന്ന് ഒരുപാട് കിതാബുകളുണ്ട്. അല്ലാമ ഇബ്നു സിരീൻ തങ്ങളുടെ കിതാബുണ്ട്, അല്ലാമ നാബുലുസിയുടെ കിതാബുണ്ട്. അതിൽ ചിലതൊക്കെ അദ്ദേഹം അവരുടെ പേരിൽ അവർ പറയാത്തതും എഴുതാത്തതൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ സത്യസന്ധമായ അവരുടെ റിവായത്തുകൾ ഏതാണ് എന്ന് പഠിക്കണം.